മസ്തിഷ്ക ജ്വരം ബാധിച്ച് 5 വയസ്സുകാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം മൂന്നിയൂർ സ്വദേശിയെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 4 പേരെ സമാന ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 5 വയസ്സുകാരി കുളിച്ച മലപ്പുറം മുന്നിയൂരിലെ കടവിൽ സ്ഥിരമായ ആളുകൾ അലക്കാറുണ്ടെന്ന് പ്രദേശവാസി പറഞ്ഞു. വർഷങ്ങളായി നമ്മളിവിടെ കുളിക്കാറും ഇതൊക്കെ അലക്കാറും എല്ലാം ഉണ്ട്. ഇവിടെ പ്രദേശത്തൊക്കെ കിണറിൽ വെള്ളം വറ്റി തുടങ്ങിയാൽ എല്ലാവരും ആശ്രയിക്കുന്നത് ഈ കടവിനെയാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 4 ഭാഗത്തും 4-5 കടവുകൾ വേറെയുണ്ട്. അവിടെയൊക്കെ പോയി കുളിക്കുന്ന പതിവാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും ഇവിടെ വൈകുന്നേരങ്ങളിലും അതുപോലെ രാവിലെയൊക്കെ ഏത് സമയത്തും ഇവിടെ തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനത്തെ അടിസ്ഥാനത്തിൽ കുട്ടികൾ വന്ന് കുളിക്കുന്നതാണ്. അങ്ങനെ ഇത് പുതിയൊരു അറിവായിട്ടാണ് ഇപ്പോൾ നമുക്ക് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം ഇതുവരെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതേ തുടർന്ന് വിവരങ്ങൾ നൽകുവാൻ നമ്മളോടൊപ്പം ഗോകുലുണ്ട്. ഗോകുൽ, ഇപ്പോൾ ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആതിര, തിങ്കളാഴ്ചയാണ് കുട്ടിയെ മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ 5 വയസ്സുകാരി കുട്ടിയെ വരികയും മലപ്പുറം ജില്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെ തുടർന്ന് പനി മാറാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ രാവിലെയോട് കൂടിയിട്ടാണ് കുട്ടിക്ക് മസ്തിഷ്ക ജ്വരമാണ് എന്ന രീതിയിലുള്ള അറിയിപ്പ് അല്ലെങ്കിൽ റിപ്പോർട്ട് ഡോക്ടർമാർ ബന്ധുക്കളുമായി പങ്കുവെക്കുന്നത്. ഈ മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുള്ള മരുന്ന് കിട്ടാത്തതാണ് ഒരു പ്രതിസന്ധിയായി തുടർന്ന് കുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടിക്ക് ലഭ്യമാകേണ്ട 5 മരുന്നുകളിൽ ഒരു മരുന്ന് ഈ കേരളത്തിലോ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലോ ലഭ്യമാകാത്തതിനെ തുടർന്നുള്ള ഒരു പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. ആ മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരു നടപടി സർക്കാരിന്റെ കുട്ടിയുടെ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന മറുപടി എന്താണ്? ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന മറുപടി അവർ പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ കിട്ടാനില്ല എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ നോക്കി ഇന്നലെ മുതലേ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ മുതലേ നമുക്ക് അത് ഇതുവരെ ആയിട്ട് കിട്ടാൻ സാധിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ കിട്ടാൻ സാധിച്ചില്ല. ഹോസ്പിറ്റൽ അധികൃതര് ഈ മരുന്ന് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതായി അവർ നമ്മളോട് പറഞ്ഞു. എല്ലാ രീതിയിലും നമ്മൾ ശ്രമിക്കുന്നുണ്ടെന്ന് നമ്മളോട് പറഞ്ഞു. നിങ്ങളുടേതായ ഭാഗത്ത് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? നമ്മളതായിട്ടുള്ള ഭാഗത്ത് ഞങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ ശ്രമം നടത്തുമ്പോഴൊക്കെ എന്ത് മറുപടിയാണ് കിട്ടുന്നത്? എവിടെ മരുന്നിന്റെ ലഭ്യത കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ അത് ഇങ്ങോട്ട് കൊടുത്തയക്കാന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞ് ആ മരുന്ന് അവിടെ ഉണ്ട്, പക്ഷെ അത് എക്സ്പയർ ആണ് എന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞിട്ടുള്ളത്? അത് അവിടുന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്ത അവിടുന്ന് അവരെ വിളിച്ചു പറഞ്ഞത്. നിങ്ങളുടെ അന്വേഷണത്തിൽ മരുന്ന് മറ്റെവിടെയെങ്കിലും ഉള്ളതായി അറിവുണ്ടോ? അന്വേഷണത്തിൽ ഇന്നിപ്പോൾ നമ്മൾ അന്വേഷണം പറഞ്ഞത് ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യ എന്ന സ്ഥലത്തുണ്ട്. അത് ശ്രമിക്കാന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ. മറ്റേതെങ്കിലും മന്ത്രിമാരെയോ മറ്റോ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നോ? മന്ത്രിമാരായിട്ട് ബന്ധപ്പെടാൻ ഇന്നലെ നമ്മളൊരാൾ ശ്രമിച്ചിരുന്നു. അപ്പോൾ അവർ ഏറ്റവും ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞത് പിന്നെ അവർ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അത് എക്സ്പയർ ആയ മരുന്നാണ്. കിട്ടിയിട്ടില്ല. സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? ആ കിട്ടാനുള്ള മരുന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ നമ്മളെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. 90% ഏകദേശം സ്റ്റേജായിട്ടാണ് കാണുന്നത്. മറ്റ് 4 കുട്ടികളുണ്ടല്ലോ, മറ്റ് 4 കുട്ടികൾ നിങ്ങൾ ആ 4 കുട്ടികൾ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണോ? അതെ, എൻ്റെ ബന്ധുക്കൾ തന്നെയാണ്. അവരിപ്പോൾ ഒബ്സർവേഷനിലാണ്. അവരെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. റിപ്പോർട്ട് കിട്ടിയാൽ എന്താണെന്നുള്ളത് അറിയില്ല. അതിൽ 2 കുട്ടികൾക്ക് ഇതേമാതിരി തന്നെ ഫസ്റ്റ് ഇത് വന്ന മാതിരി പനിയും ജലദോഷവും തലവേദനയൊക്കെ ഉണ്ട്. 5 കുട്ടികളാണ് ഈ സമാനമായ ലക്ഷണങ്ങളോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒരു കുട്ടി വെന്റിലേറ്ററിൽ തുടരുന്നു. കുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് ബന്ധുക്കൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് എവിടെ നിന്നാണോ ലഭ്യമാവുക ആ മരുന്ന് ഇവിടെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ്. ജർമ്മനിയിൽ നിന്ന് മരുന്ന് എത്തിക്കാനുള്ള നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചു എന്നൊരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അത് ആശ്വാസകരം തന്നെയാണ്. ആ മരുന്ന് എത്രയും പെട്ടെന്ന് തുടരുന്നുണ്ട്.
ഇവരും ഈ കുട്ടി മുങ്ങി കുളിച്ച കടവിൽ നിന്ന് തന്നെയാണ് കുളിച്ചിട്ടുള്ളത്. ഈ കുട്ടിക്ക് മുങ്ങി കുളിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു അസുഖം വന്നിട്ടുള്ളത്. ഈ 4 കുട്ടികളും ഇപ്പൊ മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടി കുളിച്ച കടവിൽ തന്നെ കുളിച്ച ആളുകളാണ്. അതുകൊണ്ടും അവർക്കും അത്തരത്തിലുള്ള രോഗമാവാനുള്ള സാധ്യതയുണ്ട് എന്നൊരു ആശങ്ക കുടുംബങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മരുന്ന് എത്രയും പെട്ടെന്ന് അവർക്ക് കൂടിയുള്ള മരുന്നുകൾ എത്രയും പെട്ടെന്ന് കുടുംബങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മരുന്ന് എത്രയും പെട്ടെന്ന് അവർക്ക് കൂടിയുള്ള മരുന്നുകൾ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്നാണ് ഈ ബന്ധുക്കളുടെ ആവശ്യം. ഈ 4 കുട്ടികളുടെ ഒബ്സർവേഷനിൽ കഴിയുന്ന 4 കുട്ടികളുടെ നടിയിൽ നിന്ന് എടുത്തിട്ടുള്ള സ്രവം പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഈ രോഗമാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എങ്കിലും ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടിയുടെ സമാന ലക്ഷണവുമായിട്ട് തന്നെ ശരി, വ്യക്തമാണ്. മസ്തിഷ്ക ജ്വരം ബാധിച്ച് 5 വയസ്സുകാരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം മൂന്നിയൂർ സ്വദേശിയെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 4 പേരെ സമാന ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 5 വയസ്സുകാരി കുളിച്ച മലപ്പുറം മൂന്നിയൂരിലെ കടവിൽ സ്ഥിരമായി ആളുകൾ അലക്കാറുണ്ടെന്ന് പ്രദേശവാസികളും പറയുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ വേണുഗോപാൽ.